പോവാ ബാ പോവാ പോകാം. ആദ്യം നമുക്ക് പുഴയിൽ പോവാം. പോവാ നമുക്ക് ആദ്യം അല്ലേ? ഫസ്റ്റ് നമുക്ക് എവിടേക്കാ പോവാ? പുഴയ്ക്ക്. നേരല്ല വേഗം പോയിട്ട് വേഗം വരാം. കണ്ടില്ലേ പറയണത്? ഞങ്ങൾക്ക് ആദ്യം നമുക്ക് അങ്ങോട്ട് പോയിട്ട് പിന്നെ നമുക്ക് പിന്നെ വന്നിട്ട് വൈകുന്നേരമൊക്കെ പുഴയിൽ പോവാം. ഗ്യാസ് വണ്ടി കണ്ട പോവാം. അല്ല, ഇപ്പൊ നേരെ പുഴയിൽ പോവുക. പുഴയ്ക്ക് പോകുന്നു ഫസ്റ്റ്. ഒന്ന് കുറച്ചേരം അവിടെ നിന്നിട്ട് വേറെ എവിടേക്കാന്ന് വെച്ചാ പോകാം. പുഴയ്ക്ക് പോകണ്ട, വൈകുന്നേരം വന്നിട്ട് പോകടാ. അവിടെ പോകാൻ പറ്റാ, അവിടെ പോവാൻ നേരം പോകും. പിന്നെ നിർബന്ധാണ്. ഞങ്ങളെല്ലാരും ഒന്നിച്ചു പറയുന്നു ഞങ്ങൾക്ക് പുഴയിൽ പോണം. പോവാം, നമുക്ക് പുഴയിൽ പോവാം. ഇനിയിപ്പൊ കുളിക്കാനൊക്കെ പറ്റുമോ? അവിടെ ഇപ്പൊ കുളിക്കാനൊന്നല്ല, ഞങ്ങൾക്ക് അവിടെ പോയി വെറുതെ കുറച്ചേരം. വെയിലല്ലേ? വെയിലാണ്, കൊറേ നേരം നിക്കണ്ടല്ലോ. കുറച്ചേരം ഒന്നിങ്ങനെ ഏതായാലും നമ്മളിവിടെ എത്തിയല്ലേ. കൊറേ ആയി പുഴയിൽ പോയിട്ട്. ഒന്നും പറയാല്ല, നേരെ പുഴയ്ക്ക് പോകുന്നു കേട്ടോ. എന്നാ പോവാ. നേരം പോയിട്ട് പിന്നെ എന്നെ പറയരുത്. ഇല്ല, ഒന്നും പറയില്ല. 3-4 കടവുണ്ട്. എവിടെ ഞങ്ങൾക്ക് പോണ്ടത്? എങ്ങോട്ട്? അങ്ങോട്ട് എന്ന് പറഞ്ഞാല് നമുക്ക് എങ്ങോട്ട് നോടാ? എങ്ങോട്ട്? ഓല അങ്ങോട്ടാണ് കാണിക്കണേ. അങ്ങോട്ട് വലത്തേക്ക്. നാളെ നമ്മള് പോയ കടവോ? അതെ. പിന്നെ നമുക്ക് ഇവിടെ ഇതിലൊരു കടവുണ്ട്. ഇവിടെ നമുക്ക് പൊങ്ങലൂർ കടവുണ്ട്, പിന്നെ കൊറേ അപ്പുറത്ത് വേറെ കടവുണ്ട്. അതിൽ അങ്ങോട്ട് പോവാണെങ്കിൽ നമുക്ക് അവിടെ മില്ലിന്റെ അങ്ങോട്ട് പോണതാണ്. ഇവിടുന്ന് തീരുമാനിക്കണം ഏത് കടവിൽ പോകണം എന്നുള്ളത്. റൈറ്റിക്കാ അതോ റൈറ്റോ ലെഫ്റ്റോ? അങ്ങോട്ട് പോയാല് കടവുണ്ട്, ഇങ്ങോട്ട് പോയാല് കടവുണ്ട്. ഏതാ വേണ്ടി? റൈറ്റ് ഉറപ്പാ? നമുക്ക് റൈറ്റിക്ക് പോവാം. എന്നാ പോട്ടെ വണ്ടി, റൈറ്റിക്ക് പോ. പെരും വെയിലാട്ടോ. നമ്മള് ഇവിടെ നാട്ടിലേക്ക് എത്തിയിട്ട് ഇതുവരെ ഇത്രയും ദിവസമായിട്ട് നമ്മൾ ഇതുവരെ പുഴ ഒന്നും കാണാൻ പോയിട്ടില്ല, പുഴയ്ക്ക് പോയിട്ടില്ല. പുഴ പോയി കാണിച്ചു കൊടുക്കാം നമുക്ക്. അപ്പൊ അങ്ങനെ പോവുകയാണ് നമ്മള്. എല്ലാ സംഭവങ്ങളെ നാട്ടിലുണ്ട്. ഒരു രസാണ് കേട്ടോ. റബ്ബർ തോട്ടൊക്കെ നല്ല കിടില റബ്ബർ തോട്ടാണ്. പിന്നെ അങ്ങനെ നമ്മള് പോന്ന് പുഴയിലോട്ട് ഇറങ്ങാൻ പറ്റുമോ? അതറിയില്ല. പറ്റുമായിരിക്കും. നമ്മൾ ഈ ഇടയ്ക്ക് ഒരിക്കൽ ഇറങ്ങിയില്ലേന്നോ? ഇവിടെ ഇറങ്ങാലോ അല്ലേ? പൊങ്ങല്ലൂര് കട വെക്കുന്ന ഞാൻ പറഞ്ഞ എന്തറിയോ? എന്റെ വീട് അങ്ങ് അവിടെയാട്ടോ. പെരേക്ക് നമുക്ക് പിന്നെ പോവാം. ഫുള്ള് ഇതിലുണ്ട് പോവാം. മഴക്കാലത്തിലെല്ലാം ഫുള്ള് വെള്ളമായിരിക്കും. അതിലൊക്കെ വെള്ളം ഉണ്ടാവും. ഇപ്പല്ല, വേനലല്ലേ. വറ്റി കിടക്കാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ മീനുണ്ടാവും, ഞണ്ടുണ്ടാവും. ചെറിയ ചെമ്മീൻ കുട്ടികള്. ചെള്ളിയില്ല, മറ്റേ സാധനം. നമ്മളെ നാടിന്റെ സ്റ്റൈല് ഉണ്ടല്ലേ. പന്തലുണ്ടാവും. പിന്നെ നെല്ലൊക്കെ പാകണ ടൈമിലാണ് പച്ചപ്പ് കാണാൻ നല്ല രസമായിരിക്കും. ഇവിടെ വീട് നല്ല സ്റ്റൈൽ ഉണ്ടാവില്ല. അങ്ങോട്ട് നല്ല രസമുണ്ടല്ലേ കാണാന്. നമുക്ക് വേണേ ഇതിലാണ്ട് ഈ വരുമ്പത്ത് കൂടെ അങ്ങനെ റബ്ബറിൽ കൂടെ കേറിയ വീട്ടിൽ. വീട് അതിന്റെ നേരെ അപ്പുറത്താ. ഇപ്പൊ അങ്ങനെ കാണും, അറിയില്ല. ആ ഓടിട്ട കാണുന്നത്. അങ്ങാ കാണണേ. ഇങ്ങോട്ടൊക്കെ വീടുകളായില്ലേ? ഇതൊക്കെ ഇഷ്ടംപോലെ വീടുകളായി. പുഴയില് വെള്ളം ഉണ്ടാകുമോ? പുഴയില് വെള്ളം ഉണ്ടാവും. വെള്ളം നമ്മള് പോണ കടവില് വെള്ളം കുറച്ച് കൂടുതലുണ്ടാവും. പൊങ്ങലൂർ കടവിലാണ് ഉണ്ടെങ്കിൽ വെള്ളം കുറവായിരിക്കും. ഇറങ്ങി അക്കരെ ഇക്കരെ നടക്കാൻ പറ്റും. കുട്ടികൾ കച്ചവടം ചെയ്യണ്ടല്ലോ, മിഠായി കച്ചവടമല്ലോ. കവുങ്ങുന്തോട്ടം കണ്ട നല്ലൊരു സ്റ്റൈലില്ലേ. ഇതിലേം പോകാം നമുക്ക് വീട്ടിക്ക്. ഇതിലെങ്ങനെ കയറിയ വീടിന്റെ നേരെ ബാക്ക് സൈഡിലെത്തും. റബ്ബറെല്ലാം വെട്ട് നിർത്തി. മുമ്പ് ഇവിടെ എല്ലാം ഫുള്ള് കവുങ്ങായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ കവുങ്ങൊക്കെ ഒഴിവാക്കി റബ്ബറാക്കി. ഇതൊക്കെ മൊത്തം കവുങ്ങും തോട്ടായിരുന്നു.
ഇതാണ്ട് ഇവിടെ ഒരു വീട്, പഴയ പണ്ടേ ഉള്ള വീട്. അത് അന്നൊക്കെ കുറച്ച് ടോപ്പ് വലിയ വീടായിരുന്നത്. ഇപ്പൊ താമസമില്ലാത്ത കാട് കയറി. ഇവിടെ അതില്ലേ റിസോർട്ട്? ആ റിസോർട്ട് അങ്ങ് അവിടെ എവിടെയോ ഉണ്ട്. റിവർ ബീച്ച്. പുഴയിൽ ഇറങ്ങുങ്ങള്, പുഴ കാണിച്ചു പോരുള്ളൂ കേട്ടോ. ജസ്റ്റ് കാണാ പോരാ അല്ലേ? മീൻ പിടിക്കാൻ പിന്നെ പോകേണ്ടി വരും അല്ലേ? മീൻ പിടിക്കാനൊക്കെ നമുക്ക് പിന്നെ പോകാം. ഒന്നിനെയും കിട്ടിയില്ല, ഒരെണ്ണം പോലും കിട്ടിയില്ല. കുത്തിക്കുലുക്കല്ലോ. ഇങ്ങനെ കുലുങ്ങി 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 ഇങ്ങനെ പോകുള്ളൂ വണ്ടി. ഭയങ്കര ചാട്ടുണ്ടല്ലേ? സ്മൂത്ത് ആകുമ്പോ പക്ഷെ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റൂല, മെല്ലെ പതിയെ വേണം പോവാന്. വെള്ളക്കമ്പനിയാണ് അങ്ങോട്ടുള്ളത്. വെള്ളത്തിന്റെ ഫാക്ടറി. അത് കുപ്പിവെള്ളം ഇല്ലടാ, കുപ്പിവെള്ളം. അതന്നെ അതന്നെ അറിയാലേ. ഓരോ ഇങ്ങനെ കുപ്പിവെള്ളം കണ്ടില്ലേ ജി? അതുണ്ടാക്കുന്ന ഇവിടുന്ന് കണ്ടോ? എന്നപ്പോ ഒന്ന് വണ്ടി ഓടിക്കാനൊക്കെ ആകുക? വണ്ടി ഓടിക്കാൻ പഠിക്കണ്ടേ നിനക്ക്? ലൈസൻസോ? ആഗ്രഹം ഉണ്ടോ? ബസ്സൊക്കെ ഓടിക്കാനോ? ഫുള്ള് റബ്ബർ തോട്ടാട്ടോ. അപ്പുറം അപ്പുറം റോഡിന് അപ്പുറം അപ്പുറം ഫുള്ള് റബ്ബർ മരങ്ങളാണ്. എത്താനായി കുറച്ചും കൂടി. റബ്ബർ നമ്മൾ ഇങ്ങനെ റബ്ബർ തോട്ടത്തിന്റെ ഇതുമായിട്ട് പഠിച്ചോണ്ടാണ് നമുക്ക് ഈ റബ്ബർ മൊത്തം കാണുന്നത് അല്ലേ? അവിടുത്തെ കവുങ്ങുകളെല്ലാം കൊറേ പോയല്ലോ, കൊറേ ഒഴിവാക്കില്ലേ? കൊറേ ജാതിത്തോട്ടവും കവുങ്ങും തോട്ടൊക്കെ ആയിരുന്നു ഇവിടെ മൊത്തത്തിലുണ്ടായിരുന്നത്. പച്ചപ്പായിരുന്നു ഫുള്ള് ആ സൈഡിലൊക്കെ ആണേലും. റോഡ് കുറച്ച് ഇതായിരുന്നെങ്കിൽ നല്ല ഇതുണ്ടാവും അല്ലേ? സെറ്റ് ആയിരുന്നെങ്കിൽ. ഇതാണ് CH മില്ല്. CH മില്ലിന്റെ അടുത്ത് നമ്മള് വെളിച്ചെണ്ണ പിന്നെ പൊടികള് സാധനങ്ങളൊക്കെ. അങ്ങോട്ട് ഫാമായി ഇപ്പൊ. നമ്മള് ഇടയ്ക്കപ്ലയിലൊക്കെ വരലുള്ളൂ. എത്തി, നമ്മളെത്തി. നമുക്ക് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കാം, ഇങ്ങോട്ട് കയറ്റിയിടാം. അപ്പോ സൈഡ് ആക്കാൻ സ്ഥലമില്ല. മെല്ലെ 2 മിനിറ്റ് ഇവിടെ എവിടെയെങ്കിലും ആ ഭാഗത്തേക്ക് ഇവിടെ പറ്റൂലല്ലേ? തെങ്ങുണ്ട്, നമുക്ക് ഇറങ്ങേണ്ടത്. അവിടെ ബാക്ക് ഇറങ്ങോണ്ട്. ബാക്ക് ഇറങ്ങോണ്ട്. ബാക്ക് ഇറങ്ങാൻ വെച്ചോ നോക്കാം. നോയിക്കോട്ടോ. നല്ലോണം ഇറങ്ങോ? പുഴയിലോട്ട് പോവോ? അപ്പൊ നമുക്ക് വണ്ടി ഇവിടെ മെല്ലാണ്ട് സൈഡാക്കിട്ട് ഇറങ്ങാം. അപ്പുറത്തെ സൈഡ് നോക്കാം. പുറകോട്ട് സ്ഥലമുണ്ട്. ഇതല്ലേ സ്ഥലമുണ്ടേ? സ്ഥലമുണ്ട്. ഇറങ്ങി പോയി ഞാൻ നിക്കണോടെ നോക്കാം. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. പോര് പോര് പോര്, കുറച്ചുകൂടി പോര്, സ്ഥലമുണ്ടേ. ബാ. മതിയില്ലേ? ഇറങ്ങിക്കോ. ഇനി വാ. കല്ല് വേണമെന്നില്ല. വരി പോയൊക്കെ നമുക്ക്. ബാബാ കിച്ചു വാടാ. വരിക നമുക്കിതിലങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകാം.
അങ്ങനെ നമ്മൾ പുഴേൻ്റെ അവിടെ എത്തി. ഇതിലാണ് നമുക്ക് ഇറങ്ങി പോകേണ്ട വഴി കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഇറങ്ങല്ലേ, പിടിച്ച് മെല്ലെ മെല്ലെ അങ്ങോട്ട് പോകാം. അല്ലെങ്കിൽ ചൂടാണല്ലോ, പെരും ചൂടാണ്, തെന്നും. പിടിക്കണം, ഈ കരിയിലുള്ളതുകൊണ്ട് തെന്നും. ചൂടാവിക്കുണ്ട് അല്ലേ. അങ്ങോട്ട് ഇറങ്ങുമ്പോ അതിലേറെ ചൂടായിക്കോട്ടോ. അവിടെ വലിയ പാറയോണ്ടേ പോവാ. ഇല്ലേ, പുഴേന്റെ അടുത്തേക്ക് എത്തിയില്ലല്ലോ നമ്മള്. ഓൻ ഭയങ്കര ഊറ്റത്തില് പോകണ്ട് കേട്ടോ. അത് ആൾക്കാര് വിരിച്ചിരുന്നതാടാ. ഓ പെരും ചൂട് കേട്ടോ ഇവിടേക്ക് എത്തിയപ്പോഴേക്കന്നെ. പൊന്നരിക്കുണ്ട്, സ്വർണ്ണ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാരും അതിനാ പോണല്ലേ. അവിടെ വെള്ളം കണ്ടോ, ഈ ഭാഗത്ത് വെള്ളം കൂടുതലായിരിക്കും. എന്താ കാണിക്കണേ? ഊരിപ്പോന്നോ? പൊന്നരിക്കാൻ പോലെ നമുക്ക് ഞാൻ അവിടുന്ന് നല്ല പൈസ ഉണ്ടാക്കാം. പൊന്നരിക്കാൻ പോയാലോ? പൊന്നരിക്കല് കുറച്ച് റിസ്ക് ആണ്. സുഖ നല്ല പൈസ ഉണ്ട്, പൈസ ഉണ്ട്, അതിനനുസരിച്ചുള്ള റിസ്കും ഇല്ലേ, ഇടങ്ങേറില്ലേ. ഒരു ജ്വല്ലറി തുടങ്ങാനുള്ള സ്വർണം കിട്ടും ഈ വെയിലത്തെ. ഒന്നായിട്ട് പോകണ്ട, വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങണ്ടേ. നടന്നോ, ചെരുപ്പൂരണ്ട, കാല് കൊള്ളും, പാറല്ലേ. നീന്താ അറിയോ? എങ്ങനെ നീന്തല്? ചെറിയ വെള്ളത്തിൽ കാലിട്ട് കുഴിയാണേ. അവിടെ വലിയ കുഴിയാണേ, എനിക്ക് കഴിയില്ല അവിടുന്ന് രക്ഷപ്പെടുത്താനൊന്നും. നമ്മുടെ നോക്കി കാണ്ട അങ്ങോട്ടൊക്കെ ഫുള്ള് തന്നെ അല്ലേ. അതുകൊണ്ട് കുഴി ഉണ്ടാകും. പൊന്നരിക്കുണ്ടല്ലോ, പൊന്നരിക്കല്. മീനൊന്നുമില്ല, മീനെല്ലാം പിടിച്ചോണ്ട് എല്ലാരും കറി വെച്ച് തിന്ന്. ഇവിടെ നിലം കാണില്ലല്ലേ. അങ്ങോട്ടൊക്കെ കണ്ട ഫുള്ള് പൊന്നരിക്കല് പരിപാടിയാണ്. നമുക്കൊരു ഇത് മേടിച്ചോണ്ട് പൊന്നരിച്ചാലോ? ഇവര് കണ്ടിട്ടില്ല, പൊന്നരിക്കലൊന്നും ഇവര് കണ്ടിട്ടില്ല. അതായത് തളിക പോലത്തെ സാധനത്തിലിട്ട് ഇങ്ങനെ ഇതാക്കൂലേ. എനിക്കറിയാലോ, അങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ, ഇന്നാളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ മണലൊക്കെ പണ്ട് കയറ്റി വിട്ട സമയത്ത് കൊറേ പൊന്ന് പോയിണ്ടാവൂലേ? കണ്ടമാനം പോയിണ്ടാവും. എല്ലാരും ചുമരുമ്മലോട്ട് ഇങ്ങനെ തേച്ചുണ്ടാവും. പൊന്നും സിമെന്റും മണലും പൊന്നും പാടെ കൂട്ടിങ്ങാണ്ടാണ് എല്ലാരും വീട് തേക്കുക. അപ്പൊ ഇത് നമ്മളെ വീടിന്റെ അടുത്തുള്ള വേറൊരു കടവാട്ടോ. ഇനി നമ്മള് പറഞ്ഞ പൊങ്ങലൊരു കടവ് അത് അവിടെയുള്ളത്. അവിടെ ഒരു കടവുണ്ട്, അതുപോലെ തന്നെ നമുക്ക് അവിടെ ഒരു കടവ്, അവിടെ അമ്പലത്തിന്റെ അവിടെ ഒരു അവിടെ ഇനി വേറെ കടവുണ്ട്. ഇതിന്റെ അപ്പുറത്ത് തന്നെ കൊളപ്പാട്, അല്ല കൊളപ്പാടിന്റെ അപ്പുറത്ത് വേറൊരു കടവുണ്ട്. ഞാൻ പോയിട്ടില്ല. ഇതാണ് ഇപ്പൊ നമ്മളെ നാടിന്റെ ഒരു സ്റ്റൈല് എന്ന് പറഞ്ഞ. അപ്പൊ പുഴ കണ്ടല്ലോ, നമുക്ക് തട്ടിയെടുക്കല്ലോ. നമുക്ക് പോകാനത് തോന്നുന്നില്ല. നട്ടുച്ച വെയിലാണ്, നല്ല കാറ്റുണ്ട്, പോകാൻ തോന്നില്ല. വൈകുന്നേരം ആകുമ്പോ ഇങ്ങനെ വരണം കേട്ടോ, വെള്ളത്തിൽ ഇങ്ങനെ ഇരുന്ന് കളിക്കാൻ. ഇന്നാളെ നമ്മള് മീൻ പിടിച്ച അന്ന് അത്ര കൊറേ വെള്ളം ഉണ്ടായിരുന്നു. അന്ന് പെരും വെള്ളമായിരുന്നു. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു വെള്ളത്തിൽ തന്നെ. കൊറേ താന്നു. ഇനി നിലടക്കാൻ പറ്റും നമുക്ക്. ഇത്ര മുട്ടിന്റെ താഴേക്കറ്റം വെള്ളം ഉണ്ടാകുള്ളൂ. അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഊറ്റിയേക്കുന്ന കൊണ്ടുപോയാ. ഈ സാധനം ഇതുള്ളതുകൊണ്ട് കുഴി ഉണ്ടാകും. അവിടെ ഇവിടെ കുഴിന്നൊന്നും പറയാൻ പറ്റില്ല, അവിടെ കുഴിയിലോട്ട് പോകും. പക്ഷെ വേറെ കാര്യമുണ്ട്, അത് അടിയിൽ മണ്ണ് മാന്തിയിട്ട് ഇങ്ങനെ KGF മാന്തണ മാതിരി ഉള്ളിൽ കൂടെ ഒക്കെ തുരം കെട്ടണ്ട് മാന്തണ്ട്. മെഷീൻ വെച്ച് അടിക്കാവൂലേ? അപ്പൊ ഇതിലെ കുഴി ചിലപ്പോ കുഴിയിലോട്ട് ചാടുമ്പോ തന്നെ മണ്ണ് വന്ന് മൂടും ചെയ്യും. പിന്നെ പണി ഡേഞ്ചറാണ്. അപ്പൊ എന്ത് രസമായിരുന്നില്ലേ. പോകാനൊന്നും തോന്നില്ല. എന്നാലും പോകാണ്ടൊക്കെ വെള്ളം ഓളം തള്ളണ കണ്ടില്ലേ, ഇങ്ങനെ തിളങ്ങണ്. എന്നാ ആയിക്കോട്ടെ കേട്ടോ, പുതിയ കഴിഞ്ഞില്ലേ? പുതിയ അങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ നമുക്ക് വരാട്ടോ. ആയിക്കോട്ടെ, പിന്നെ വരാം. അപ്പൊ നമുക്ക് പോവല്ലെന്നാ, പോയേക്കാം.